ന്യൂസ് 18-ല് ധർമ്മജൻ ബോൾഗാട്ടിയെ വിളിച്ചിട്ട് ഈ റിപ്പോർട്ടർ എന്ത് വക വർത്താനാണ് പറയുന്നത്. എനിക്ക് ധർമ്മജൻ ബോൾഗാട്ടിയെ ടാറടിച്ച് കാണിക്കുകയാണ്. അതായത് പുള്ളി പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ നമ്മൾ ഈ പരിപാടി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, പെട്ടെന്ന് വിചാരിച്ചു പോകും ഇയാളെന്തോ കള്ളു കുടിച്ചിട്ട് വർത്താനം പറയണം. പുള്ളി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പെണ്ണുപിള്ളേരെ വർത്താനം ഒന്ന് കേട്ട് നോക്കും. രണ്ടാമത്തത്, ഇതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യും ഞങ്ങൾ മറ്റുള്ളവർക്കെതിരെ എന്ത് തോന്നിവാസം കാണിക്കുമെന്നാണോ? നിങ്ങൾക്ക് സ്വയം ലജ്ജിക്കണം ധർമ്മജൻ, നിങ്ങൾ സ്വയം ലജ്ജിക്കണം. ഈ രീതിയിൽ സംസാരിച്ച സിദ്ദിഖാണ് രാജിവെച്ചു പോയത്. നിങ്ങൾ ലജ്ജിക്കണം ധർമ്മജൻ. നിങ്ങളുടെ നിലപാട് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾ ലജ്ജിക്കണം. നാണകേടാണ് നിങ്ങൾ സ്വയം. രാജിവെച്ചു പോയി. അത് പുള്ളി പറയുന്നത് ശരിയല്ലേ, അയാൾ മാന്യനാണ്, അതുകൊണ്ടാണ് രാജിവെച്ചത്. അത് അങ്ങനെയും പറയാമല്ലോ. അതിനകത്ത് ഇവരെന്തിനാ ഈ കടന്ന് ഇപ്പൊ സിദ്ദിഖിന്റെ മേളിലുള്ള ആരോപണം തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ തെളിയിക്കപ്പെടാത്ത ഒരു ആരോപണത്തെ കുറിച്ച് ഒരു ആരോപണം വന്നു, ഒരു കംപ്ലൈന്റ് വന്നു, അപ്പൊ പുള്ളി രാജിവെച്ചു. ഉടനെ പുള്ളി രാജിവെച്ചത് ഇത് കാരണം പേടിച്ചിട്ടാണ്, നാണം കെട്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുവാ മോളെ ഇത്? ഒരു നിവൃത്തിയില്ലാതെ രാജിവെച്ചു. ഈ രീതിയിലുള്ള ആരോപണം ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് രാജിവെച്ചു പോയത്. അത് മനസ്സിലാക്കണം, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം രാജിവെച്ചു പോയിട്ട് അങ്ങനെയൊന്നുമല്ല. പുള്ളി രാജിവെച്ചു പോയത് ഇതിന്റെ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് അത് നേരിടാൻ തയ്യാറായിട്ട് രാജിവെച്ചു പോയതാണ്. അതല്ലാതെ നാട്ടുകാർ മുഴുവൻ ഈ രീതിയിൽ പരാമർശങ്ങൾ ഉന്നയിക്കുന്നതൊന്നും കേട്ടിട്ട് പേടിച്ചിട്ടല്ല, അല്ലെ? നാണം കെട്ടിട്ടല്ല രാജി, നാണം കെട്ടിട്ടല്ല രാജി. സംഭവമൊന്നുമല്ല. എന്ത് വക വർത്താനാണിത്? നാണം കെട്ടിട്ടാണ് രാജിവെച്ചതെന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. ഇത് ഭയങ്കര രസമുണ്ട്. ഇവരെ ഒരു 10-13 മിനിറ്റത്തെ വീഡിയോ ആണ്. ഞാൻ ഇപ്പോ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ കണ്ടതാണ്. പുള്ളി രാജിവെച്ചത് നല്ല കാര്യമാണ് എന്നാണ് നമ്മളൊക്കെ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇവര് കയറി വന്നിട്ട് പറയാണ് അയാൾ നാണം കെട്ടിട്ടാണ് രാജിവെച്ചത്. ഒരു ഫെമിനിസ്റ്റ് സംസാരമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കേൾപ്പിച്ചത്. സിനിമാ മേഖലയെ ആക്രമിക്കുന്നതെന്നാണ് ചോദിച്ചത്. ആക്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിനിമാ മേഖല മാത്രമല്ല ഇത് ചെയ്യുന്നത്, ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട്. എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നു. ഇതിപ്പോ പറഞ്ഞത് പൊട്ടത്തരമാണ്. പുള്ളി ഇത് സ്റ്റാർട്ടിങ്ങിലുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് പിന്നെ സംസാരം ആ രീതിയിലായെന്ന് തോന്നുന്നു. ആദ്യം അവരും കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടായിരുന്നു. പിന്നെ ഇയാളെ ഇമാര് വർത്തമാനം പറയുന്ന കേട്ടപ്പോ അവരങ്ങനെ വഴിമാറിപ്പോ. എന്ത് വക വർത്താനം, എന്ത് ഈ പറയുന്നത്? അന്വേഷിക്കണം. വരുന്നത് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളുടെ മേഖലയിലാണ്. അപ്പോൾ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം. ഞങ്ങളുടെ മേഖലയിൽ വരുമ്പോൾ ഇവിടെയും അന്വേഷിക്കും. ഇപ്പോൾ നിങ്ങളുടെ മേഖലയിലാണ്. ഞാൻ പറയണത്, അമ്മ സംഘടനയാണോ ശുദ്ധികലശം നടത്തേണ്ടത്? നിങ്ങൾ പറയൂ, അങ്ങനെയാണോ? അതാണോ നിങ്ങളുടെ ഉദ്ദേശം? ആരാണ് ശുദ്ധികലശം നടത്തുന്നത്? അല്ല, ഇയാളുടെ വർത്താനം കേട്ടിട്ട് ഒരു ഫിറ്റാന്ന് തോന്നുന്നു. ഞായറാഴ്ച രാവിലെ 2 എണ്ണം വിട്ടിട്ടിരിക്കാൻ തോന്നുന്നു. എന്ത് വക, എന്താണ് ഈ പറയുന്നത്? സിദ്ദിഖ് രാജിവെച്ചു, മറ്റേ രഞ്ജിത്ത് രാജിവെച്ചു. അവര് പ്രഷർ കാരണമാണ് രാജിവെച്ചത്, അവർ സ്വയം രാജിവെച്ചതാണോ? ഇതൊന്നും പ്രശസ്തി ഇല്ല, അതിനൊന്നും ഒരു ഇതില്ല, അതിനൊന്നും ഒരു കഴമ്പില്ല. ആ ഒരു ചോദ്യത്തിനൊന്നും അവർ രാജിവെച്ചു. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങൾ രാജിവെച്ചത് നന്നായി, നിങ്ങൾ രാജിവെച്ചിട്ട് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അവരിപ്പോ അതാണ് ചെയ്യാൻ പോകുന്നത്. നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം. അതിപ്പോ ഇപ്പോഴേ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവരിപ്പോ തെളിവുകൾ കൊണ്ടുവരട്ടെ, അവർ പോയിട്ട് കേസ് കൊടുക്കട്ടെ, അവർ കേസിന്റെ പുറകെ നടക്കട്ടെ. എന്താണേലും ഒരു നല്ലൊരു പോസ്റ്റ് രാജിവെക്കാന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ലല്ലോ. അത് എല്ലാവരും ചെയ്യുന്നതല്ല. ചിലർ അതിൽ തന്നെ കടിച്ചു തൂങ്ങിയൊക്കെ ഇരിക്കും. ഇതൊക്കെ കള്ളമാണ്, ഇതൊക്കെ ചുമ്മാണ്, ഞങ്ങൾ രാജിവെക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കൂടെ അവിടെ പോയിട്ട് കൊടി പിടിക്കണം. അതേ ചെയ്യാൻ പറ്റുള്ളൂ, കരാവ് ചെയ്യണം. അമ്മ സംഘടന ശുദ്ധികലശം നടത്തിയ കേരളം നന്നാകുമോ? അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സംഘടനയ്ക്കുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, രണ്ടുപേരും പറയുന്ന ഒരു കാര്യമാണ്. രണ്ടുപേരും 2 റൂട്ടിലാണെന്ന് മാത്രം. രണ്ടുപേർക്ക് എത്തേണ്ട സ്ഥലം എറണാകുളമാണ്. പക്ഷെ രണ്ടുപേരും പോകുന്നത് 2 വഴിക്കാന്ന് മാത്രം. ഒരാൾ തമിഴ്നാട് പോയിട്ട് അങ്ങനെ കറങ്ങി വരുമെന്നാ പറയുന്നത്. മറ്റേ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് അറബിക്കടലിൽ അങ്ങ് പോയിട്ട് ദുബായ് വഴി കറങ്ങി ഞാൻ തിരിച്ചെറണാകുളത്ത്. എന്നിട്ട് അടി. ഇത് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ചെയ്താന്ന് തോന്നുന്നു. ധർമ്മജൻ കുറെ കാലമായിട്ട് എവിടാന്ന് അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സിദ്ദിഖ് രാജിവെച്ചത്? എന്നാ പിന്നെ സിദ്ദിഖ് രാജിവെക്കണ്ടല്ലോ.
അമ്മ ശുദ്ധീകരണം നടത്തണ്ട. സിദ്ദിഖ് എന്തിനാ രാജിവെച്ചത്? അങ്ങനെ മാന്യതയാണ് അയാളെ ആരോപണ വിധേയനായിട്ട്. അത് കറക്റ്റാണ്. ധർമ്മജൻ പറയുന്ന അടിച്ച് ഫിറ്റാണേലും ഫിറ്റാണെന്ന് ഞാൻ പറയുന്ന കേട്ടോ. പുള്ളി ഫിറ്റാണെന്നൊന്നും എനിക്കറിയില്ല. പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. സാധാരണ ധർമ്മജൻ ഇങ്ങനെയല്ല വർത്താനം പറയാതെ. ധർമ്മജൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടൊക്കെ വർത്താനം പറയുന്ന വ്യക്തിയാണ്. ധർമ്മജൻ പറയുന്നത് കറക്റ്റാണ്. സിദ്ദിഖ് അല്ല രഞ്ജിത്ത് ഇവർ രണ്ടുപേരും രാജിവെച്ചത് അവരുടെ താല്പര്യമാണ്. അവരാണ് ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മറ്റേ രഞ്ജിത്തിന്റെ കാര്യം വന്നിട്ടുള്ളതും അതുപോലെയാണ്. അല്ലാതെ ആരെങ്കിലും അവരെ പിടിച്ചു പുറത്താക്കി എന്നൊന്നും ആരും ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ഈ പെണ്ണുമ്പിള്ള വെറുതെ ഇട്ട് ചൊറിയാണ്. പുള്ളിക്കാരനായിട്ട് ഇങ്ങനെ 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 കിറുകിറുകിറുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വാർത്ത വന്നതിന്റെ പേരിൽ ഞങ്ങളുടെ സംഘടന രാജ്യത്ത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്. അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത്? അപ്പൊ തെറ്റ് ചെയ്യാത്തവര് രാജിവെക്കില്ലെന്നാണോ? രാജിവെക്കാൻ പാടില്ലെന്നാണോ? തെറ്റ് ചെയ്താലേ രാജിവെക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു കുറ്റം ഒരാൾ വന്ന് പറയുന്നു ഇയാൾ അങ്ങനെ ശരിയല്ലെന്ന്, അയാള് രാജിവെക്കുന്നു. രാജിവെച്ചിട്ട് അയാളുടെ നിരപരാധിത്വം അയാൾ തെളിയിക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് പുള്ളി ഇപ്പൊ ഉദ്ദേശിച്ചേക്കുന്നത്. അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് ഇതുപോലെ വർത്താനം പറയുന്ന ഇങ്ങനത്തെ ന്യൂസ് റിപ്പോർട്ടർമാരെയാണ് എനിക്ക് കാണുമ്പോൾ കലിപ്പ് വരുന്നത്. എന്ത് വക വർത്താനാണ്? എന്തിനാണ് രാജിവെക്കുന്നത് ധർമ്മജൻ? തെറ്റുകാരാണോ? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത്? അവിടെ നിന്നൂടെ? നിങ്ങൾ എന്താ പറയുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാജിവെക്കണോ? അത് ആദ്യം പറയണം. ആദ്യം പറഞ്ഞിട്ട് ഞാൻ വർത്തമാനം പറയാം. എന്താണ് ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? നിങ്ങൾ ആദ്യം നല്ല ആളാണെന്ന് പറയുക, എന്നിട്ട് ഞാൻ വർത്തമാനം പറയാം. ഇത് ധർമ്മജന് വർത്തമാനം പറയാറില്ല. ഞാൻ ധർമ്മജനെ കുറിച്ച് കുറച്ചുകൂടെ വിചാരിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര കൗണ്ടർ അടി, ഭയങ്കര സ്മാർട്ടാണ് ആള് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ധർമ്മജന് വർത്തമാനം പറയാറില്ല. ധർമ്മജൻ അവിടെ പെട്ടു. ധർമ്മജൻ ഉടനെ പറയുന്നത് നിങ്ങള് നല്ലവരാണോ, നിങ്ങള് നല്ലതാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അമ്മയിൽ അംഗങ്ങൾ എല്ലാവരും മോശക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അമ്മയിൽ അംഗങ്ങൾ എല്ലാവരും അവര് പിന്നെ റിപ്പോർട്ടറാണല്ലോ. അവരുടനെ പോയിന്റ് പിടിക്കാൻ. അമ്മയില് അംഗങ്ങൾ മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ പിന്നെ എന്താ ഈ വർത്താനം പറയുന്നതെന്നാണ് അവര് പറയുന്നത്. അത് കറക്റ്റ് അല്ലേ? ധർമ്മജൻ പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ധർമ്മജൻ കാര്യമാണ് പറയുന്നത്. ധർമ്മജൻ അങ്ങനെ വളിപ്പല്ല പറയുന്നത്. എന്നാലും പുള്ളിക്ക് സംസാരിക്കാൻ അറിയില്ല. അതാണ് പറ്റിപ്പോയത്. അംഗങ്ങൾ എല്ലാവരും മോശക്കാരല്ലെങ്കിൽ അത് അമ്മ പറയട്ടെ. അമ്മ പറഞ്ഞൂടെ? അമ്മയ്ക്ക് അത് പറയാമല്ലോ. ഞാൻ എന്റെ 2 പെൺമക്കൾ, പ്രായപൂർത്തിയായ 2 പെൺമക്കളുള്ള അച്ഛനാണ് ഞാൻ. ധർമ്മജൻ നടിക്കെതിരായിട്ടുള്ള അച്ഛനാണോ പറയുന്നത്? നടിക്കെതിരായിട്ടുള്ള ആക്രമണം നടന്നപ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് ഈ കേരളത്തിലുള്ളവർക്കറിയാം. നിങ്ങൾ ഈ പറയുന്നത് ഇതെങ്ങനെയുണ്ട്? നടിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോ ആ കേസ് ഇതുവരെ തെളിഞ്ഞിട്ടുണ്ടോ? ആ കേസ് നടിക്കെതിരെ ആക്രമണം ഉണ്ടായി, ദിലീപിനെ പിടിച്ചു, പുള്ളി പോയി അവിടെ കരഞ്ഞു എന്നൊക്കെയാ പറയുന്നത്. നമ്മുടെ ധർമ്മജൻ പോയിട്ട് കരഞ്ഞു എന്നൊക്കെയാണ്. അപ്പൊ അത് പുള്ളിയുടെ താല്പര്യമല്ലേ. പുള്ളിക്ക് ദിലീപിനെ ഇഷ്ടമാണ്. ദിലീപേട്ടനാണ് പുള്ളിയെ രക്ഷപ്പെടുത്തിയത് എന്നുള്ള ഒരു ഫീലിംഗ് ഉള്ള ആൾക്ക് പിന്നെ ആ പുള്ളിക്ക് ഒരു കഷ്ടകാലം വരുമ്പോ ഒഴിവാക്കിയിട്ട് പോണോ? നീ തണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ധർമ്മജൻ ഒരു നല്ല മനുഷ്യനാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇപ്പൊ മറ്റേ കാര്യം ഇതിനകത്ത് വലിച്ചഴിക്കേണ്ട കാര്യം. ഇപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ദിഖിന്റെയും രഞ്ജിത്തിന്റെയും ഒക്കെ കാര്യമാണ്. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു ചോദ്യമുണ്ടല്ലോ. ആ സമയത്ത് എന്ത് നിലപാടെടുത്തു? കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാരായാലും അല്ല, നിങ്ങൾ ആ പ്രതിക്കൊപ്പം, പ്രതി എന്ന ആരോപണ വിധേയനായിട്ടുള്ള നടനൊപ്പം നിൽക്കുന്ന നിലപാടാണ് ധർമ്മജൻ. നിങ്ങൾ ആ സമയത്ത് എടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വർത്താനം പറയണ്ട. ഞാൻ പറഞ്ഞ വർത്താനം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഒരു ജയിലിന്റെ പുറത്ത് പോയിട്ട് കരഞ്ഞതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ വർത്താനം കുറ്റം ചെയ്താൽ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. നാട്ടുകാർക്ക് അറിയാം ധർമ്മജൻ, നിങ്ങൾ എടുത്ത നിലപാട് എന്താ നാട്ടുകാർക്ക് അറിയാം. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞ ഒരാൾ പറയുന്നത് കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കട്ടെ എന്നല്ല. നിങ്ങൾ അത് വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് പുള്ളി പറയുന്ന കറക്റ്റ് അല്ലേ? അത് പുള്ളിയുടെ നിലപാടാണ്. പുള്ളിയെ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തി ജയിലിലാണ്. പുള്ളി പോയി കരയുന്നു,
എടാ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നല്ലോ ചേട്ടാ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ ചേട്ടാ എന്ന് പറഞ്ഞ് പുള്ളി പോയി കരഞ്ഞു എന്ന് പറയുന്നത് അത് പുള്ളിയുടെ നിലപാടാണ്. ഇത് ഈ ന്യൂസുകാരാണ് ഇതിനെ ഇത്രയും വഷളാക്കുന്നത്. ഇന്ന് രാവിലെ മന്ത്രിയും വന്ന് പറഞ്ഞിട്ട് പോയി. മന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണ്ട എന്ന് വിചാരിച്ചാണ്, ഞാൻ പിണങ്ങിയിരിക്കുക എന്നുള്ള രീതിയിൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണ്ട എന്ന് വിചാരിച്ചാൽ, ഞാൻ പറയാത്തൊരു കാര്യം ഇന്നലെ നിങ്ങൾ പറഞ്ഞ് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നും പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഇത് ഈ ഒരു കാര്യം ഇത് വഷളാവും, ഇത് വഷളായേ തീരൂ. ഇത് ഇപ്പോൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ദിഖ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പുള്ളിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ. അല്ലെങ്കിൽ അവർക്ക് തെറ്റുകാരനാണെന്ന് പുള്ളിയെ ടാറടിച്ച് കാണിക്കാനാണെങ്കിൽ അവർ കാണിക്കട്ടെ. അവരിപ്പോ ഈ മീഡിയയിൽ വന്ന് പറഞ്ഞോളെ അയാൾ തെറ്റുകാരനാവുന്നില്ലല്ലോ, അത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ ആർക്കും വേണേ ആരെ കുറിച്ച് വേണേ പറയാമല്ലോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വസ്തുത ഉണ്ടാവുമല്ലോ, ഒരു തെളിവും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അതെന്താണേലും തെളിയും. ഇതിപ്പോ ധർമ്മജൻ പെട്ടു. ധർമ്മജൻ പിന്നെ അവസാനം ആയപ്പോ ആകെ ഇതായി. ഞാൻ തെറി പറയും കേട്ടോ, ഞാൻ നിങ്ങളെ തെറി പറയാമെന്നൊക്കെയാണ് പറയുന്നത്. എന്താണേലും പുള്ളി ആകെ ഒരു വികാര ജീവിയായിട്ട് മാറിപ്പോയി പുള്ളി. എന്താണേലും ഇത് ഭയങ്കര ഒരു സംഭവമായി പോയി. ഇതിപ്പോ ഒരേ ദിവസം രണ്ടുപേര്, അത് രഞ്ജിത്ത് രാജിവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. രഞ്ജിത്ത് പക്ഷെ ഇന്നലെ നമ്പർ മറ്റേ നെയിം പ്ലേറ്റ് ഒക്കെ എടുത്തു മാറ്റിയെന്നൊക്കെ കേട്ടു. പക്ഷെ അയാളുടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇനിയിപ്പോ എന്തൊക്കെ പണിയാണോ കൊടുക്കാൻ പോകുന്നത്. ആ പാവം സ്ത്രീ ഇപ്പോ കൽക്കട്ടയിലാ. പക്ഷെ അവർക്ക് ആരോ ബാക്കപ്പ് ഉണ്ട്. ബാക്കപ്പ് ഇല്ലാതെ ഇതിനകത്തൊന്നും വരില്ല. പക്ഷെ എന്താണേലും നല്ല രസമായിട്ടുണ്ട് സംഭവം. നല്ല ഇങ്ങനെ തീയും മറ്റേ മിന്നലും മാത്രമേ കണ്ടുള്ളൂ, ഒരു വെടിയും വെച്ചേം എന്നുള്ള. എന്താണേലും അടുത്ത ദിവസങ്ങളിൽ കാണാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. ഞാൻ ഇങ്ങനെ ചെറിയ ഇതിങ്ങനെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര രസം തോന്നി. പിന്നെ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. താങ്ക് യു.